കോഴിക്കോട് വിജിൽ നരഹത്യ കേസിൽ റിമാൻഡിൽ കഴിയുന്ന 3 പ്രതികൾക്കായി എലത്തൂർ പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി കൊയിലാണ്ടി കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ നൽകുക. ശനിയാഴ്ച തെലങ്കാന ഖമ്മത്ത് നിന്ന് പിടിയിലായ രഞ്ജിത്തിനെ ഇന്നലെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി AK ലതീഷ് കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ആ കേസിന്റെ തുടർ നടപടികൾ എങ്ങനെയാണെന്ന്. ലതീഷ്, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ഒരിക്കലും തെളിയില്ല എന്ന് ആ പ്രതികൾ വിശ്വസിച്ചിരുന്ന ഒരു കേസായിരുന്നു വിജിലിന്റെ തിരോധാനം. പക്ഷേ കേരള പോലീസ് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആ കേസ് തെളിയിച്ചിരിക്കുന്നു. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തിരിക്കുന്നു. അതിന്റെ ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് എന്നതടക്കം നടത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് പോലീസിന്റെ നടപടികൾ? മനു, ഗുഡ് മോർണിംഗ്. ഈ കേസിൽ പ്രതികളായ 3 പേരും ഇപ്പോൾ പിടിയിലായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് തെലങ്കാനയിലെ ഖമ്മത്ത് നിന്നും രഞ്ജിത്ത് പിടിയിലായത്. രഞ്ജിത്തിനെ ഇന്നലെ കൊയിലാണ്ടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ 3 പ്രതികളെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി എലത്തൂർ പോലീസ് കൊയിലാണ്ടി കോടതിയിൽ ഇന്ന് അപേക്ഷ നൽകും. 2 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടാനാണ് പോലീസിൻ്റെ തീരുമാനമെന്നാണ് അറിയുന്നത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം ഈ സംഭവം നടന്ന സരോവരത്തെ ചതുപ്പിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിനായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ നൽകും. കോടതി കസ്റ്റഡിയിൽ വിട്ടു നൽകുന്ന മുറയ്ക്ക് അനുസരിച്ച് ഇത്തരത്തിൽ തെളിവ് ശേഖരണവും അതേപോലെ തന്നെ ചോദ്യം ചെയ്യലും നടത്താനാണ് പോലീസിൻ്റെ തീരുമാനം. ഒപ്പം മനു സൂചിപ്പിച്ച പോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഈ സരോവരത്തെ ചതുപ്പിൽ നിന്ന് അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പുരുഷൻ്റേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് മർദ്ദനമേറ്റതിൻ്റെ പാടില്ല, അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള നിലയിലുള്ള റിപ്പോർട്ടാണ് പ്രാഥമികമായി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ മരണകാരണം എന്നത് അറിയാൻ കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനം. അതിൻ്റെ ഭാഗമായുള്ള കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടക്കും. ഒപ്പം ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ആ നിലയിലുള്ള പരിശോധനകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. DNA പരിശോധനയ്ക്ക് അയക്കുന്ന മുറയ്ക്ക് തന്നെ ബന്ധുക്കളിൽ നിന്നുള്ള സാമ്പിളുകൾ എടുത്ത് അതും DNA പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇതിൻ്റെ റിസൾട്ട് വന്നാൽ മാത്രമേ ഇത് വിജിലിൻ്റേതാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയൂ. എന്തായാലും വിജിലിൻ്റേതാണ് എന്നത് തെളിയുന്ന രീതിയിലുള്ള വിജിലിൻ്റെ ഷൂ അടക്കമുള്ളവ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പരിശോധനയ്ക്കിടയിൽ ലഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിൻ്റെ അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനി തെളിവെടുപ്പും ഒപ്പം ഈ ചോദ്യം ചെയ്യലുമാണ് പ്രതികളുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതിനായാണ് കസ്റ്റഡി അപേക്ഷ നൽകുക. 2019 മാർച്ചിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അമിതമായി ലഹരി ഉപയോഗിച്ച വിജിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു, അല്ലെങ്കിൽ അബോധാവസ്ഥയിലായ ശേഷം അദ്ദേഹം മരിക്കുന്നു. മരിച്ച ശേഷം മൃതദേഹം ഈ 3 പ്രതികളും ചേർന്ന്, നിഖിലും അതേപോലെ തന്നെ രഞ്ജിത്തും ദീപേഷും ചേർന്ന് ഈ ചതുപ്പിൽ കുഴിച്ചു മൂടുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇതൊരു മിസ്സിംഗ് കേസ് മാത്രമായി ഒതുങ്ങിയ സംഭവമായിരുന്നു. പിന്നീട് പോലീസിൻ്റെ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് ഈ പ്രതികളിലേക്ക് എത്തിയതും പ്രതികൾ കുറ്റസമ്മതം നടത്തുന്ന സാഹചര്യം ഉണ്ടായതും അതിനുശേഷം ഈ പ്രതികളെയും എത്തിച്ചുകൊണ്ടുള്ള വിശദമായ തെളിവെടുപ്പ് 7 ദിവസം ഈ പറയുന്ന സരോവരത്തെ ചതുപ്പിൽ നടത്തിയ തെളിവെടുപ്പിൽ അവസാന ദിവസമാണ് ഈ അസ്ഥികൾ കണ്ടെത്താൻ കഴിഞ്ഞത്. അത് ശാസ്ത്രീയ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം പ്രതികളെ വിശദമായി തെളിവെടുപ്പിനും അതേപോലെ തന്നെ ചോദ്യം ചെയ്യലിനുമായി കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മനു, ശരി, ഓക്കെ, ശരി.